അങ്ങനെ എന്തായാലും നിർണായക കൂടിക്കാഴ്ച പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്ന ഏതാണ്ട് 3/4 മണിക്കൂറോളം ആ കൂടിക്കാഴ്ച നീണ്ടു എന്നതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം. ഈ മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ടെങ്കിലും നിർണായകമായ സ്ഥാനങ്ങളിൽ പിടിമുറുക്കാനുള്ള KC പക്ഷത്തിന്റെ നീക്കം അദ്ദേഹം അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. അപ്പോൾ ഈ തീരുമാനം എന്തെങ്കിലും ആയിട്ടുണ്ടാകുമോ എന്ന് മുഖം കണ്ടിട്ട് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? സ്വാഭാവികമായും അത്തരം ചർച്ചകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു, ഒരു തർക്കവുമില്ല. നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ രണ്ട് നേതാക്കളാണ് ഈ മുഖ്യമന്ത്രി പദത്തിലേക്ക് തഴയപ്പെട്ടു പോയിട്ടുള്ളത്. സ്വാഭാവികമായും രണ്ട് മുതിർന്ന നേതാക്കൾ അവരുടെ ചില കാര്യങ്ങൾ, ചില ആവശ്യങ്ങൾ മന്ത്രിസഭയിൽ വേണമെന്നുള്ളൊരു ആവശ്യം അവർ നേരത്തെ തന്നെ അവർ പറഞ്ഞിരുന്നു. അത് രമേശ് ചെന്നിത്തലയായാലും KC വേണുഗോപാലായാലും അത്തരത്തിൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്മേലുള്ള ചർച്ചകളൊക്കെയും വളരെ കൃത്യമായി തന്നെ നടത്തിയിട്ടുണ്ട്. ഒരു പക്ഷേ നമുക്ക് അവരുടെ ശരീരഭാഷയിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കുന്നത് അതിലൊരു മഞ്ഞുരുക്കമൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഒരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതിലൊരു വലിയ തർക്കത്തിനിടയില്ല എന്ന് വേണം ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. പക്ഷേ അത് അന്തിമമായ തീരുമാനം നാളെ ഉച്ചയോടുകൂടിയേ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് അവർ പറയുന്നത്. പല വിധത്തിലുള്ള ഘടകകക്ഷികൾ ഉൾപ്പെടെയുള്ളവരെ മന്ത്രിസഭയിലേക്ക് ഉൾപ്പെടുത്തിയുള്ള മന്ത്രിസഭയാണ്. സ്വാഭാവികമായും അവരെ കൂടി ഉൾപ്പെടുത്തുമ്പോൾ ഏതൊക്കെ തരത്തിൽ ഫോർമുലകൾ മാറണം, അറിയണം എന്നുള്ളതൊക്കെയുള്ള ഒരു ചർച്ചകൾ ഉണ്ടാവും. അതിൽ സാമുദായിക ഇക്വേഷൻസ് ഉണ്ടാവും, ചിലപ്പോൾ ജില്ലകൾ തിരിച്ചുള്ള ഇക്വേഷൻസ് ഉണ്ടാവും. അതൊക്കെ പാലിക്കപ്പെടണമെങ്കിൽ ഒരുപക്ഷെ വലിയ തോതിൽ ചർച്ചകൾ നടത്തേണ്ടി വരും. ഇവരുമായി എല്ലാം കൃത്യമായ കമ്മ്യൂണിക്കേഷൻസ് നടത്തേണ്ടി വരും. അതിൻ്റെ ഭാഗമായാണ് ഇന്നിപ്പോൾ നിയുക്ത മന്ത്രി VD സതീശൻ രമേശ് ചെന്നിത്തലയെ കാണുകയും അതോടെ ശേഷം ഇപ്പോൾ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനെ കാണുകയും അദ്ദേഹത്തിനോട് കാര്യങ്ങൾ വിശദീകരിക്കുകയും ഒക്കെ ചെയ്തത്. അദ്ദേഹം തന്നെ പറഞ്ഞതുപോലെ ഇത്തരം പേപ്പർ വർക്കുകളൊക്കെ നടക്കണമെങ്കിൽ, അത് കോൺഗ്രസിൻ്റെ നേതൃത്വമായി സംസാരിക്കണമെങ്കിൽ, അവരുടെ അപ്രൂവൽ ലഭിക്കണമെങ്കിൽ അതൊക്കെയും KC വേണുഗോപാലാണ് നടത്തുന്നത്. സ്വാഭാവികമായും AICCയുടെ ജനറൽ സെക്രട്ടറിയായ ഓർഗനൈസേഷൻ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ്, അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള ചുമതലകളുള്ളത്. അതുകൊണ്ട് തന്നെ ഓരോ സംസ്ഥാനത്തും ഇത്തരത്തിലുള്ള പ്രക്രിയകൾ നടക്കുമ്പോൾ അത് സ്വാഭാവികമായും KC വേണുഗോപാലിനെയാണ് അറിയിക്കുക. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ VD സതീശൻ അദ്ദേഹമായി കൂടിക്കാഴ്ച നടത്തി ഈ കാര്യങ്ങൾ വിശദീകരിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. KC വേണുഗോപാലും അദ്ദേഹത്തിൻ്റെ ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. രമേശ് ചെന്നിത്തലയായാലും അത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചിട്ടുണ്ട്. ആ നിർദ്ദേശങ്ങളൊക്കെ വളരെ കൃത്യമായി ചർച്ച ചെയ്ത ശേഷം അതിലൊരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അത് ഒരുപക്ഷെ ഘടകകക്ഷികളെ കാര്യങ്ങൾ അറിയിക്കേണ്ടതുണ്ട്, വകുപ്പുകൾ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അറിയിക്കേണ്ടതുണ്ട്, ഏതൊക്കെ മന്ത്രിമാർ വന്നാൽ ഏതൊക്കെ വകുപ്പുകളിലേക്ക് നീക്കണം അല്ലെങ്കിൽ അവർക്ക് നൽകണം എന്നുള്ളത് സംബന്ധിച്ചുള്ള കൃത്യമായ കമ്മ്യൂണിക്കേഷൻസ് നടക്കേണ്ടതുണ്ട്. അതൊക്കെയും പല ചർച്ചകളിലൂടെ മാത്രമേ നടക്കുകയുള്ളൂ. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക. ഏതായാലും രമേശ് ചെന്നിത്തല മന്ത്രിസഭയിലേക്ക് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. രണ്ടാമനായി ആഭ്യന്തര വകുപ്പ് തന്നെയായിരിക്കും അദ്ദേഹത്തിന് ലഭിക്കുക എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. പക്ഷേ അദ്ദേഹം മുന്നോട്ട് വെച്ച ചില കാര്യങ്ങൾ, രണ്ടുപേരെ കൂടി അദ്ദേഹത്തിനോടൊപ്പം നിലകൊണ്ട് രണ്ടുപേരെ കൂടി മന്ത്രിയാക്കണം എന്നുള്ളൊരു ആവശ്യം അദ്ദേഹം മുന്നോട്ട് വെക്കുന്നു. ആ ആവശ്യത്തോട് ഇനി എന്ത് പ്രതികരണമാണ് കോൺഗ്രസ് പാർട്ടി നടത്തുക? VD സതീശൻ ഒറ്റയ്ക്ക് ഒരു തീരുമാനത്തിലേക്ക് എത്തുമെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല. സ്വാഭാവികമായും അത് കോൺഗ്രസ് പാർട്ടിയുടെ കൂടി ഇടപെടലുണ്ടാവും. ഈ രണ്ട് നേതാക്കന്മാരും തലമുതിർന്ന നേതാക്കന്മാരാണ്. സ്വാഭാവികമായും അവരുടെ കൂടി കാര്യങ്ങൾ കേട്ട ശേഷം മാത്രമേ ഇതിലൊരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തൂ എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാകുന്നത്. ഏതായാലും ആഭ്യന്തര വകുപ്പ് ഏറ്റെടുക്കാൻ രമേശ് ചെന്നിത്തല തയ്യാറായി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ആ തയ്യാറാകലിനോടൊപ്പം തന്നെ അദ്ദേഹത്തിനോടൊപ്പമുള്ള 2 പേർക്ക് കൂടി മന്ത്രിസ്ഥാനം നൽകണമെന്നുള്ളത് പറയുന്നു. ഒരുപക്ഷെ അത് ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വരുമ്പോൾ അത് ഒരാളെയെങ്കിലും ഉൾപ്പെടുത്തണമെന്ന നിലയിലേക്ക് അല്ലെങ്കിൽ ഉൾപ്പെടുത്തുന്ന സാഹചര്യത്തിലേക്ക് പോകാനുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോൾ നമുക്ക് കാണുന്നത്. കോൺഗ്രസ് പാർട്ടിയും കോൺഗ്രസ് നേതാക്കന്മാരുമായി വിശദമായ ചർച്ചകൾ നടത്തി വരുന്നു. KC വേണുഗോപാലും അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്ന MLA-മാർ നിരവധിയാണെന്ന് അറിയാം. അതുകൊണ്ട് തന്നെ KC വേണുഗോപാൽ പറയുന്ന ആളുകളെ കൂടി അതിനകത്ത് മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തണം. അതിൽ എതിർപ്പ് സതീശൻ പ്രകടിപ്പിക്കില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു എതിർപ്പ് പ്രകടിപ്പിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇതൊക്കെ ഇനിയും നീണ്ടുപോകുമായിരുന്നു. ഏതായാലും ഇപ്പോൾ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ആ സത്യപ്രതിജ്ഞയ്ക്ക് മുഴുവൻ മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഉൾപ്പെടെയുള്ളവർ സത്യപ്രതിജ്ഞ ചെയ്യുമെന്നുള്ളത് സതീശൻ ഇപ്പോൾ പറഞ്ഞും കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു വലിയ തർക്കത്തിന് ഇപ്പോൾ ഇടയില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചില അന്തിമ തീരുമാനങ്ങൾ ചർച്ചയിലൂടെ ഉരുത്തിരിഞ്ഞു വരേണ്ടതുണ്ട്. അതിനായി കാത്തിരിക്കുകയാണ് നേതൃത്വവും മറ്റ് നേതാക്കന്മാരും. ശരി, ആൽവിൻ തോമസ്.